ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ ക്യാബേജ്, പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളി, ഇതെല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്താൽ മതി. നല്ലോണം കുറച്ച് ക്രീമി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പാൽ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലും അതുപോലെ മയോണൈസിലും അത്യാവശ്യം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ പിന്നെ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. വെജസിൽ കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നോർമൽ ബ്രെഡിലും നമുക്കിത് ചെയ്ത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചധികം തന്നെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മയോണൈസും കൂടി നല്ലോണം ആഡ് ചെയ്തുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറോട് കൂടി കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ നമ്മളുടെ ചിക്കൻ ഫില്ലിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുക്കുംബറും അതുപോലെ തന്നെ നമ്മളുടെ ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 ലെയറായിട്ട്, അതായത് 2 ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ 3 or 4 ലെയേഴ്സായിട്ടെല്ലാം ചെയ്യാം. പക്ഷെ ഞാനിത് അത്യാവശ്യം ബ്രെഡ് തന്നെ അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഫില്ലിങ്സും നന്നായിട്ട് തന്നെ ഇട്ടെടുത്തോണ്ട് തന്നെ 2 ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് തന്നെ 3 or 4 ലെയറായിട്ടൊക്കെ ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ സാൻഡ്വിച്ച് പാൻ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ നമ്മളുടെ നോർമൽ പാനിലും ചെയ്തെടുക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് നിറച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പാന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് കൂടി നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളുടെ ബ്രെഡൊക്കെ നന്നായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ബ്രെഡൊക്കെ നന്നായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ നൈറ്റിൽ ഡിന്നറൊക്കെ ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഉണ്ട്. 2 ലെയറാണെങ്കിലും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, ഇനി അതല്ല പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ
പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.